അന്നെന്ന് പറഞ്ഞാൽ ചതുർത്ഥി കാണുന്ന പോലെ ആയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ തോന്നുന്നു കുറെ കൂടി മുമ്പേ പരിചയപ്പെടാമായിരുന്നു നിങ്ങളെന്ന്. ആ നശിച്ച ഓമനക്കുട്ടനും പണിക്കരും വലിഞ്ഞു കയറും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. എങ്ങോട്ട്? ഊട്ടി, കൊടൈക്കനാൽ, തേക്കടി. ഓ വണ്ടർഫുൾ, യു ആർ സിംപ്ലി ഗ്രേറ്റ്. യെസ്, ശക്തി തരുന്ന സ്പീക്കിംഗ്. വിശ്വാസം പണിക്കരോ ഓമനക്കുട്ടനുണ്ടോ? എന്താ വിശേഷിച്ച്? പെൺകുട്ടികളോ? ഏത് രേഖ? ഏത് ഗീത? ഇന്നലെ ഇവിടെ കൊണ്ടാക്കിയെന്നോ? അതിന് ഞാൻ ഇന്ന് രാവിലെ അല്ലേ ഇവിടെ വന്നുള്ളൂ. ചുമ്മാ തമാശ പറയാതെ. ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല. നിങ്ങൾക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിന്റെ ഹാങ് ഓവർ ആയിരിക്കും. നോനോ, ഐ ആം വെരി ബിസി. ഇല്ല, ഇന്ന് കാണാൻ പറ്റില്ല. അത് തന്നെയാ മലയാളത്തിൽ പറഞ്ഞത്. എങ്ങനെയുണ്ട് എന്റെ അടവ്? അന്തം വിട്ട് നിൽക്കുകയായിരിക്കും. കണ്ടുണ്ടോ? അന്വേഷിച്ച് പിടിച്ചിവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം പെടണം. വേഗം പോയി ഡ്രസ് ചെയ്തോ. റെഡി, ഞങ്ങൾ ഇപ്പൊ റെഡി. സത്യത്തിൽ നമ്മൾ കണ്ടത് ഒരു സ്വപ്നമാണോ പണിക്കരെ? സ്വപ്നമായാലും സത്യമായാലും ശക്തി വിഴുപ്പേറ്റെടുത്തല്ലോ. ഇനി തിരിച്ച് നമ്മുടെ തലയിലേക്ക് എടുത്ത് എറിയാണ്ട് ഇത് ഇതോടെ അയവിട്ട് പോയാൽ മതിയായിരുന്നു. ഓ, എങ്കിൽ എന്റെ ഭഗവാനെ, എനിക്ക് ഒരു കോടി. അങ്ങനെ കൈയൊഴിഞ്ഞ് രക്ഷപ്പെടാൻ ഒക്കില്ലല്ലോ. ഇക്കണ്ട ദൂരം അത്രയും ഞാനും മിസ് സീമാമാനോട് നിങ്ങളെ തപ്പി അലഞ്ഞതിൽ എന്താ അർത്ഥം സാറേ? പിന്നൊരു കാര്യം, ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഒരിടത്ത് പോയി വേണ്ടപ്പെട്ടവരെ കണ്ട് വേണ്ട വിധത്തിൽ ചോദിപ്പിക്കുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്യാം, കേട്ടോ? അവന്മാര് വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകട്ടെ. എന്റെ അനന്തരം എന്റെ വീട് ഒരെണ്ണം ഒഴിഞ്ഞു കിടപ്പുണ്ട്. തൽക്കാലം നിങ്ങളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാനൊന്ന് കോടതി വരെ പോയിട്ട് വരാം. ചില അർജന്റ് കേസസ് ഡിസ്പോസ് ചെയ്യാനുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഞാനിങ്ങ് എത്തും. ഇങ്ങോട്ട് കയറിയട്ടെ.